ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി ആയിട്ട് പോവാം. അങ്ങനെയായിട്ട് മിയ പറയാൻ തുടങ്ങി. ചേച്ചി തരാൻ പറഞ്ഞതാ ചോക്ലേറ്റ്. അതേ ചേച്ചി, ചോക്ലേറ്റ് ചേച്ചിയോട് കേട്ടായിരുന്നോണ്ടേ. ഇതാ ചോക്ലേറ്റ്, നിനക്ക് എവിടെയാടി ചോക്ലേറ്റ്? അമ്മ പറയാം. അമ്മുവാണ് കുട്ടിയെ അമ്മ പറയാൻ തുടങ്ങി. ചേച്ചി എനിക്കും ചോക്ലേറ്റ് തന്നിരുന്നു. അങ്ങനെയായിട്ട് പറയാൻ തുടങ്ങി. നിങ്ങൾക്ക് വേണോ ചോക്ലേറ്റ്? ഒന്നും വേണ്ട. നിസ്മാൽ പറയാൻ തുടങ്ങി. ഹീറോയി വരാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ഹീറോയി കാറ് സൗണ്ട് ഒക്കെ ചേച്ചി വന്നൊരു പിന്നെ കാറ് ഇങ്ങനെ ഇറങ്ങി ഹീറോ അകത്ത് വരാൻ തുടങ്ങി. ഹീറോമാർ നോക്കാൻ തുടങ്ങി ഇരുന്നിട്ട്. ഹീറോയിൻ നല്ല ലുക്കായി മോഡ് ഡ്രസ്സായിട്ട് ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് ഹീറോയി വരാൻ തുടങ്ങി. ഈ ബ്ലാക്ക് ഡ്രസ്സിലാണ് ഉണ്ടായിരുന്നത്. ഹീറോയിൻ എല്ലാവരും ബാന്ന് ഷോക്കായി നോക്കാൻ തുടങ്ങി. ഹീറോയി വന്നു. പ്രോബ്ലം സോൾവ് ആയിരുന്നു. കഴിഞ്ഞു മാഡം, എല്ലാം പ്രോബ്ലം ഫോയിലെല്ലാം കഴിഞ്ഞു. താങ്ക്സ് മാഡം. എന്നെ എല്ലാവരോടും താങ്ക്സ് മാഡം. എന്തെറ്റ് ചിന്നു? നമുക്ക് ഓക്കെ ആണോ അമ്മു? ഓക്കെ ചേച്ചി. ചേച്ചിക്ക് കുറച്ച് ജോലിയുണ്ട് അമ്മു. ചേച്ചി ആ എന്താ? എന്നാ ചേച്ചി ഫ്ലവർ. താങ്ക്സ് ബേബി. റെഡ് ഫ്ലവറാണ് കൊടുത്തത്. ശരി ഓക്കെ. റോസ് എന്ത് വെച്ചി? ഇതാ ഈ ഫ്ലവർ വെച്ചോ. താങ്ക്സ് ഡി. ശരി ഇത് കേട്ടോ റോസിന് ഡാൻസ് ഡി. റോസും പ്രിയ ഫ്രണ്ട്സ് ആയിരുന്നു. റോസ് എല്ലാവർക്കും ഓക്കെയാണ് സർ. റോസ് നീ അവരോട് സംസാരിച്ചു. എനിക്ക് കുറച്ച് ഫ്രഷായിട്ട് വരാം. സർ നിങ്ങളിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ സർ? നിങ്ങൾ കുറച്ച് നാൾ ഇവിടെ ഇരുന്ന് താമസിക്കാൻ പറഞ്ഞു പറ്റൂ സർ? നിങ്ങൾ ഡ്രസ്സ് അളവ് മൊത്തം ജാക്സൺ ഇവരോട് പറഞ്ഞാൽ മതി. ജാക്സൺ ഇവർ അളവ് ഡ്രസ്സ് എല്ലാം നീ ഷോപ്പിംഗ് ഇവർക്ക് ഡ്രസ്സ് ഹെൽപ്പ് ചെയ്തടാ. ശരി സാർ, നിങ്ങൾ അളവ് ഡ്രസ്സ് അളവ് മൊത്തം ഡീറ്റെയിൽസ് പറഞ്ഞു സാർ. നിങ്ങൾക്ക് ഷോപ്പിംഗ് ഡ്രസ്സ് എല്ലാം ഞാൻ ഇവിടേക്ക് ഡെലിവറി ചെയ്യിക്കാം സാർ. അങ്ങനെയായിട്ട് പറഞ്ഞു. അവരുടെ ഡ്രസ്സ് മൊത്തം അതെല്ലാം ഉറപ്പിച്ച് ജാക്സൺ കൂടെ നല്ല ജോളിയായിട്ട് ഫ്രണ്ടായിട്ട് സംസാരിക്കുന്നത്. ജാക്സൺ പറയാൻ തുടങ്ങി. സാർ നിങ്ങളെല്ലാം ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ് സാർ. ഭയങ്കര നിങ്ങളുടെ സോങ്സ് എല്ലാം ഞങ്ങൾ പിടിക്കും സാർ. ഞങ്ങളെ കുട്ടി മാഡം നിങ്ങളെ സോങ്സ് ഭയങ്കര ഫാൻ സാർ. കുട്ടി മാഡം അതെ മിയ. അപ്പോൾ നിങ്ങളെ വലിയ മാഡം അവരങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല. അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലപ്പാ. ഞാൻ എന്താ ജോളിയായി സംസാരിക്കായിരുന്നു. ഒരു സെക്കൻഡ് വന്നു. പ്രിയ എന്ന് പറഞ്ഞു. അയ്യോ ഇവർ വന്നു. ഹീറോയിൻ്റെ അനിയത്തിക്ക് ടെൻഷൻ തുടങ്ങി. എന്താടാ ഇവിടെ വരുന്ന? പ്രിയ എന്ന് വിളിച്ച് ഒച്ച ഉണ്ടാക്കുന്നത്. ജക്സൺ പറഞ്ഞു. സാർ നിങ്ങൾ പോകണ്ട സാർ. ഇങ്ങനെ ഹീറോയി ഇറങ്ങി വന്നു. എന്താടാ കൃഷ്ണു? പ്രിയ മാരി മീ. ഞാൻ എന്നെ വൺ സൈഡ് ലവ് പ്ലീസ്. എൻ്റെ ലവ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടോ പാഴവട്ടം. ഞാനൊരു ബിസിനസ് മാൻ. അതുമാത്രമല്ല എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. നിന്മേൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അതുമാത്രമല്ല സോറിപ്പാ. ഞാൻ ഇവിടുന്ന് പോകാൻ നോക്കി. എൻ്റെ കൈ പിടിച്ചു. ഇത് ടാറും പറഞ്ഞു. കൈ പിടിച്ചു അല്ലോ നോക്കാൻ തുടങ്ങി. ജാക്സൺ പറയും മണ്ടാത്തിരുന്നു. അതുകൊണ്ടോ പറയുന്ന അടിച്ചു. റോസ് വന്നു. റോസ് അവളെവിടെ? അതിപ്പോൾ വന്നു. അങ്ങനെ ആ കുട്ടി വന്നു. മീരോ നീ എന്താ ഇവിടെ ചെയ്യുന്നത്? മീര നീ എന്താടാ ഇവിടെ ചെയ്യുന്നത്? നീ എൻ്റെ ഫ്രണ്ടിക്ക് പ്രപ്പോസ് ചെയ്യണോ? അത് മീറു പറയാൻ തുടങ്ങി. എന്താടാ നീ എന്നെ കല്യാണം കഴിച്ച് പ്രപ്പോസ് ചെയ്തു? അതാ ഇപ്പോൾ ഇവിടെ നീ പ്രപ്പോസ് ചെയ്യുന്നതാണോ? മീറു പറയാൻ തുടങ്ങി. എടാ അങ്ങനെ ആ കുട്ടി വന്നു. ഡാഡ് അങ്ങനെയായിട്ട് കുട്ടി പറയുന്നത്. ഡാഡ് എന്താ ചെയ്യാൻ? കുട്ടിയും ഉണ്ടായിരുന്നു. കയ്യിലൊരു കുഞ്ഞുണ്ടായിരുന്നു. ഡാഡി എന്നോട് ചെയ്യുന്നതെന്ന് കേട്ടുകൊണ്ടു. അതിനായിട്ട് വീട്ടിൽ സ്മറിയ ഷോക്കായി. അവൻ പറഞ്ഞു. ജാക്സൺ പറയുന്നു. ഇവനൊക്കെ അവരുടെ മാരേജ് ആണ്. മേൻ്റെ ഒരുപാട് കണ്ണാണ്. പറഞ്ഞൊരു കാര്യമില്ല. എൻ്റെ മേൻ്റെ പുറകിൽ ഒരുപാട് പേർക്കാം. മാമുക്ക് അവന് ഇൻട്രസ്റ്റ് ഇല്ല. അവളുടെ മാരേജ് കഴിഞ്ഞത് പറഞ്ഞേക്കടാ. അവളുടെ മാരേജ് കഴിഞ്ഞതാ. അങ്ങനെ അവൻ കൈ പിടിച്ചു. മാരേജ് കഴിഞ്ഞാൽ എന്താക്കണം? അങ്ങനെയായിട്ട് പറയാൻ തുടങ്ങി. ടെൻഷനാണ്. ഹീറോ ഗണ്ണെടുത്തു. ഷൂട്ട് ചെയ്യണം. മറിയാതെ ഇവിടുന്ന് പോകുന്നത് നല്ലത്. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പോടാ ഇവിടുന്ന്. അങ്ങനെ അവനെ മിരട്ടി അവിടുന്ന് പോയി. സമാധാനമായി. ഇവിടെ പോയി കഴിഞ്ഞു. അങ്ങനെ സമ്മതം. ഹീറോയെ ഹാപ്പിയായി പറയാൻ തുടങ്ങി. ശരി ഓക്കെ ഞാൻ പോവാണ് എന്ന് ഹീറോ അവിടെ നിന്ന് പോകാൻ തുടങ്ങി. മീരു എന്ത് പറ്റിയടി? എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഞാൻ പോവാണ്. എവിടെ കച്ചി പോകുന്ന? ഇല്ലമ്മ ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടിക്ക് ഞാൻ പോവാണ്. ആ പാർട്ടിയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ പാർട്ടി സോൾവ് ചെയ്തിട്ട് വരാം. അങ്ങനെ പറഞ്ഞു. അങ്ങനെ മിയ പറഞ്ഞു ശരി ഓക്കെ ചെയ്. അങ്ങനെയായിട്ട് ഹീറോ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി.
അങ്ങനെയായിട്ട് ഹീറോയി പറയാൻ തുടങ്ങി. ശരി ഓക്കെ എന്ന് അങ്ങനെ പാർട്ടിക്ക് പോയി. ജക്സൺ പറയാൻ തുടങ്ങി ഞാനും കൂടെ പോവാം. അപ്പോൾ ജങ്കുക്ക് ജിമിൻ പറയാൻ തുടങ്ങി നിങ്ങൾ പാർട്ടി പോവാം. അങ്ങനെയായിട്ട് ഇപ്പം എന്താ ചെയ്യുക? ആറം പറയാൻ തുടങ്ങി പാർട്ടി സാർ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടോ? ഉണ്ട്. അതൊക്കെ ഇപ്പം എന്താ? 7 ബോയ്സ് പറയുന്നത് ഞങ്ങൾ കൂടെ വരാം. ശരി ഓക്കെ സാർ. മാത്രമല്ല നിങ്ങൾ പാർട്ടിക്ക് വരാം, നിങ്ങൾക്കൊരു റൂം ഞാൻ തരാം. അങ്ങനെയായിട്ട് അങ്ങനെ പാർട്ടിക്ക് വന്നു. അവരെല്ലാം ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് വന്നു. അവർ മാസ്ക് ഇട്ട് ആർക്കും കണ്ടി പിടിക്കാതെ മതി. അങ്ങനെ 7 ബോയ്സ് വന്നു. ജക്സൺ വന്നു. എന്താടാ ഇത് എല്ലാം മാഡം ഇവർ നിങ്ങളെ കൂടെ വരുന്നു പറഞ്ഞു. ശരി ഓക്കെ. അങ്ങനെ പാർട്ടി എൻജോയ് ചെയ്തു. അതിലൊരു ചെക്കൻ ഉണ്ടായിരുന്നു, അവൻ തന്നെയായിരുന്നു പാർട്ടിക്ക് വന്നു. ഇവൾ എങ്ങനെ സ്വന്തം ചെയ്യുന്നത് ആറും നോക്കിയായിരുന്നു. ആറും നോക്കുക ഇവനെന്താ ചെയ്യുന്നത്. ആറും ഇങ്ങനെ ഇട്ട് കൊടുത്തു. അവന് വെയിറ്റർ വിളിച്ച് ചോദിച്ചു. വെയിറ്റർ പറയുന്ന തുടങ്ങി നടന്ന കാര്യം. ശരി ഓക്കെ. അങ്ങനെ ജ്യൂസ് കഴിച്ചു വരുന്നു. വെയിറ്ററിനോട് ചോദിച്ചാൽ ജ്യൂസ് കൊടുത്തു കഴിഞ്ഞു നമുക്ക്. ആറും അത് കുടിക്കേണ്ടതെന്ന് പറയുന്ന വരുമ്പോൾ ജ്യൂസ് എടുത്ത് കുടിച്ചു കഴിഞ്ഞു. അങ്ങനെ കുടിച്ചിട്ട് ഒരുമാതിരി ഇറങ്ങി അവനിങ്ങനെ കൈ പിടിച്ച് റൂമിൽ എടുത്തുകൊണ്ട് പോകുന്നായിരുന്നു. അങ്ങനെ റൂമിൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആറും വന്നു. ശരി ഇപ്പം എന്ത് ചെയ്യാം? അതല്ല ആറും ജക്സൺ പറയാൻ തുടങ്ങി മാഡം ഞാൻ ഗസ്റ്റ് ഹൗസ് കൊണ്ടുപോകാം, ഇല്ല വീട്ടിൽ കൊണ്ടുപോയി പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഗസ്റ്റ് ഹൗസൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ഗസ്റ്റ് ഹൗസിൽ റൂമിൽ ഇങ്ങനെ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ഗസ്റ്റ് ഹൗസിലെത്തി. ഇങ്ങനെയായിട്ട് പറയാൻ തുടങ്ങി ജക്സൺ എന്താ വെച്ചാൽ എനിക്കൊരു മാതിരി ഡോക്ടർ അയ്യോ ജക്സൺ പറയാൻ തുടങ്ങി മാഡം ഇതൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല മാഡം, നിങ്ങളൊരു ബോയ്സിന് അവിടെ വേണ്ടി ഇരുന്നാൽ പറ്റും മാഡം. അങ്ങനെ ജക്സൺ ഒരു ഡോക്ടറാണ്. അങ്ങനെയായിട്ട് അഡ്ജക്റ്റിൽ ഇതാണ് മാഡം, ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല മാഡം, മെഡിസിൻ കാലിയാണ് മാഡം, മെഡിസിൻ അതുകൊണ്ട് തന്നെ ബന്ദ് മാഡം ഇങ്ങനെ പറഞ്ഞു. ശരി ഓക്കെ നീ ബുക്ക് ചെയ്താ. അങ്ങനെയായിട്ട് ജക്സനോട് പറഞ്ഞു. അങ്ങനെയായിട്ട് ജക്സൺ കോൾ ചെയ്യാൻ പോയി. ജക്സൺ ആറും ചോദിച്ചു എന്താ പറ്റും? ഒന്നുമില്ല ജക്സൺ പറയുന്നു. ആറും ചോദിച്ചു എന്താടാ ഇപ്പോൾ എന്താ ചെയ്യാൻ? ജക്സൺ ഒന്നുമില്ല, ഒരു ബോയിന് പറ്റി മാഡം കൂടെ ഇങ്ങനെ ഇൻറ്റിമേറ്റ് കാണാൻ ഞാൻ പറയാൻ തുടങ്ങി. ഞാൻ ആറും ഷോക്കായി. എന്താടാ ഞാൻ പറഞ്ഞത്? ഇല്ലടാ ബോയിന് വെച്ച് ഇപ്പം മാഡം കൂടെ ഇത് ഒന്നാം സ്റ്റാൻഡേർഡ് പറഞ്ഞതാ, അതുകൊണ്ട് ആൾ കൊണ്ടുവന്നതാണ് ആറമ്മനോട് പറഞ്ഞു.